സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ വേണ്ടി പോകുന്ന ഫ്രീ ഫയർ ആണ്. അപ്പോൾ നമ്മുടെ GTA Vice City നമ്മുടെ മൊബൈലിൽ ഫ്രീ ആയി കളിക്കണം. മറ്റേ കൊൻക്ക് Vice City ഇല്ലേ, അത് വന്നിട്ട് പോയി. അത് കാരണം എനിക്ക് GTA Vice City കളിക്കാൻ പറ്റില്ല മൊബൈലിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഫ്രീ ഫയറിലേക്ക് ചാടി. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ GTA Vice City നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് ഫ്രീ ആയി കളിക്കാൻ പറ്റാത്തതെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളെന്തായാലും പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഡ്രാഗൺ OP പറഞ്ഞിട്ട്, അത് പോയി. അപ്പോൾ നമ്മളൊരു പുതിയ ഗസ്റ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ ജിമെയിലും എൻ്റെ എല്ലാ പാസ്വേഡും എൻ്റെ ഈ ഫ്രീ ഫയറിലെ ലോഗിൻഡാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ഏതും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ അക്കൗണ്ട് ഗസ്റ്റ് തുടങ്ങിയെന്നാണ്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പേര് വെക്കാൻ നോക്കി വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ എന്ന് മാത്രമേ ആവുള്ളൂ. റൊണാൾഡോ എന്ന് പിന്നീട് പോവത്തില്ല, ഫുള്ളാവത്തില്ല. അപ്പോൾ നമ്മൾ റൊണാൾഡോന്നും ഫുള്ളാവില്ല, കാരണം 12 ക്യാരക്ടേഴ്സായി. നമുക്ക് ഷാജി പാപ്പെന്ന് വെക്കാൻ നോക്കാം. എല്ലാവരും ആട് 3 ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ആട് 3 കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാം. ഞാനും കണ്ടു, സൂപ്പറായിട്ടുണ്ട്. പക്ഷെ ഷാജി പാപ്പൻ എന്നുള്ള പേര് ഇത്തിരി പഴയതാണ്. നമുക്ക് പുതിയ പേര് വെക്കാം, തളപതി എന്ന് വെച്ചാലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ജനനായകൻ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാണുക, സൂപ്പർ സിനിമയാണ്. അപ്പോൾ തളപതി നമ്മൾ വെക്കാൻ നോക്കി, പക്ഷേ പറ്റില്ല. അങ്ങനെ നമ്മൾ ഡ്രിപ്പ് വിക്ടറി എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേര് എങ്ങനെയുണ്ട് എന്ന് പറയുക, ഈ പേര് സൂപ്പറാണ് അല്ലോ എന്നൊക്കെ പറയുക. ഡ്രിപ്പ് എന്നുള്ളത് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തതാണ്, നാം പിന്നെ അതിന് വിക്ടറി എന്നാക്കിയതാണ്. ഒക്കെ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഡിപ്പ് വിക്ടറി തന്നെ വെച്ചു. പിന്നെ എക്സ്പീരിയൻസ് കൊടുക്കുക, കാരണം നാം PUBG GTA Vice City ഒക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഗണ്ണ് വെച്ച് ചൂന്നൊക്കെ ഇത്തിരി കുറച്ച് പ്രാക്ടീസ് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ ഫ്രീ ഫയറിൽ തന്നെ വീണ്ടും ഞാൻ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇവർ പറയുകയാണ് എങ്ങനെ ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്നതെന്ന്. ഇതൊക്കെ ഞാൻ നേരത്തെ കണ്ടാണ്, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ എനിക്കറിയാം. കാരണം ഞാൻ നേരത്തെ കളിച്ചതാണ്. എൻ്റെ ഡ്രാഗൺ OP പറഞ്ഞൊരു അക്കൗണ്ട് പോയി, വൂക്കോങ്ങിൻ്റെ. അതിൻ്റെ ഇമെയിൽ ഞാൻ ഓർമ്മയില്ലാണ്ട് ഡിലീറ്റ് ആക്കി, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കളി തുടങ്ങാം. അപ്പോൾ ഇവിടെ കുറേ എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവനൊക്കെ വെടിവെച്ചും കൊണ്ട് ഇടുക ഗൈസ്. ഓക്കെ, എൻ്റെ കളി എങ്ങനെയുണ്ടെന്ന് പറയാം, നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാം. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് സൂപ്പറായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം. എന്തായാലും ഫ്രീ ഫയറിൽ നമ്മൾ അത്രയ്ക്കൊന്നും പോയല്ല, എന്തായാലും നമ്മൾ പോയായി വരും ഗൈസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ കളിക്കാറുള്ളൂ, ദിവസവും കളിക്കാറില്ല. അത് കാരണമാണോ അറിയില്ല, ഞാൻ അധികം അങ്ങനെ പോയില്ല. അപ്പോൾ പിന്നെ എനിക്ക് കുറേ സ്കില്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അക്കൗണ്ടൊക്കെ പോയപ്പോൾ ലാസ്റ്റ് ഞാൻ കുറേ വർഷം നിർത്തിയതാണ്. എന്നിട്ട് GTA Vice Cityയിലേക്ക് ചാടിയതാണ്. GTA Vice Cityയിലും PUBGയിലും പിന്നെ പോയതാണ് ഞാൻ. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഫ്രീ ഫയറിൽ വരുന്നത്, 2-3 വർഷത്തിന് ശേഷം. അപ്പോൾ എൻ്റെ പഴയ സ്കില്ലൊക്കെ പോയി തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങും ഗൈസ്, പഴയ അതേമാതിരി തുടങ്ങും. ഓക്കെ ഗൈസ്, നമ്മുടെ ടീമിന് റിവൈവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ റിവൈവ് ചെയ്തു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ടീമേറ്റിനെ റിവൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗ്ലൂ വാളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾക്ക് ഗ്ലൂ വാളൊക്കെ ഇടാം. എന്നിട്ട് അങ്ങനെ കളിച്ചും കൊണ്ട് പോവാം ഗൈസ്. ഓക്കെ, സീന് കിട്ടാ, പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു തോന്നുന്നു. നേരത്തെ മറ്റേ നറൂട്ടോൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു വന്നത്. നറൂട്ടോ ഫാൻസിന് അത് ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ എനിക്ക് അതങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ബൊമ്മക്കളി മാതിരിയായി. പക്ഷെ BGMIയിലും നറൂട്ടോ വന്നിട്ടുണ്ട്. നറൂട്ടോ ഫാൻസ് എന്തായാലും BGMI ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ BGMI ഇതുമാതിരി ബൊമ്മക്കളി ഒരു കാർട്ടൂൺ മാതിരി ആവുമെന്ന് എനിക്കറിയില്ല. കാർട്ടൂണല്ല, ഒരു അനിമിമാതിരി ഒരു ബൊമ്മക്കളി മാതിരി ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഫ്രീ ഫയറും സൂപ്പറാണ്, BGMI സൂപ്പറാണ്. പക്ഷെ ഇപ്പോഴത്തെ ചില അപ്ഡേറ്റുകൾക്ക് മാത്രമാണ് ചില പ്രശ്നങ്ങൾ. ഫ്രീ ഫയറിൽ ഇപ്പോൾ അധികം അങ്ങനെ പ്രശ്നമില്ല. BGMIയിൽ പിന്നെ ഫ്രീ ഫയറിനേക്കാളും അധികം ഗ്രാഫിക്സ് ഉള്ള കാരണം ചിലപ്പോൾ BGMI ഹിറ്റായി പോകാൻ ചാൻസ് ഉണ്ട് ഈ നറൂട്ടോ ഇവൻറ്റിലൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് കളിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബൂയെ കളിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് എൻ്റെ കളി, എങ്ങനെയാണ്, സൂപ്പറാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ BR ഒക്കെ കളിക്കും ഗൈസ്. BR കളിക്കണം, വേറൊരു വീഡിയോ നമ്മൾ എന്തായാലും ഇടാം.
പിന്നെ നമ്മുടെ ഈ GTA വൈസ് സിറ്റീൻ്റെ ക്വൻക്ക് വൈസ് സിറ്റി പറയുന്നത് എങ്ങനെയോ പോയി ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പോയ കാരണം എനിക്ക് GTA വൈസ് സിറ്റി കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മോച്ച് മാനിയ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിൻ്റെ അകത്ത് GTA വൈസ് സിറ്റി ക്രാക്കഡ് ഫ്രീ ആയി കയറ്റാൻ പറ്റുമെന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൂഗിളുകാർ പറയുന്ന മാൽവെയറൊക്കെ കയറുന്നതാണ്. അത് കാരണം ഞാൻ അങ്ങനെ കയറ്റാനൊന്നും നിന്നില്ല. എനിക്കത് പേടിയായി. വൈറസ് കയറി വെച്ചിട്ട് മാൽവെയർ വൈറസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമാണ് ഗൈസ്. അപ്പോൾ ഈ മൊബൈലിൽ GTA വൈസ് സിറ്റീൻ്റെ മോഡ്സ്മാനെ കയറ്റി ക്രാക്കഡ് ഗെയിം കളിച്ചു വെച്ചാൽ മാൽവെയർ വൈറസൊക്കെ കയറും പറയുന്ന സമയത്തെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും പിടിച്ചെടുക്കും ഗൈസ് മാൽവെയർ വന്നു കഴിഞ്ഞാൽ. അപ്പം ഗൂഗിളുകാരാണ് പറയുന്നത്, കാരണം ഗൂഗിളുകാരാണ് പറയുന്നത്. പക്ഷെ ഗൂഗിളിന് ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഗൂഗിൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ചിലപ്പോൾ അത് ചില കാര്യങ്ങൾക്ക് സത്യമായിട്ട് തന്നെ പറയും. അത് കുറേ സ്ഥലത്ത് സത്യമായി പറഞ്ഞിട്ടുണ്ട്, കുറേ സ്ഥലത്ത് ഫേക്കായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഗൂഗിളുകാർ പറയുന്ന സമയത്ത് ഞാൻ പിന്നെ കേട്ടില്ല. പിന്നെ നിങ്ങൾ ജനനായകൻ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാണുക. നമ്മുടെ അണ്ണൻ്റെ വൺ ലാസ്റ്റ് ടൈമാണ്. അതൊരു സൂപ്പർ സിനിമയാണ്. കണ്ടു നിങ്ങളെല്ലാവരും പോയി